നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. കേരളത്തിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ജൂൺ 15 മുതൽ റേഷൻ കാർഡിൽ അടിമുടി മാറ്റങ്ങൾ. ഈ KYC പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ റേഷൻ കാർഡ് ആനുകൂല്യങ്ങൾ നഷ്ടമാവുമോ? റേഷൻ കാർഡ് സാധനങ്ങൾ ഇനി വീട്ടിലെത്തുമോ? പുതിയ റേഷൻ കാർഡ് വിതരണം ചെയ്യുമോ? സപ്ലൈകോയിൽ വരുന്നത് വൻ മാറ്റങ്ങളാണോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹങ്ങളിലും ഉയരുന്നത്. ഈ വീഡിയോയിലൂടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ, സർക്കാർ ആലോചിക്കുന്ന പദ്ധതികൾ, പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം വിശദമായി നമ്മൾക്ക് പരിശോധിക്കാം. അതുകൊണ്ട് വീഡിയോ അവസാന നിമിഷം വരെ കാണാൻ ശ്രമിക്കുക. റേഷൻ കാർഡ് എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യമെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങൾക്ക് റേഷൻ കാർഡ് എന്നത് വെറും ഒരു രേഖയല്ല, സബ്സിഡി നിരക്കിൽ അരി, ഗോതമ്പ്, പഞ്ചസാര തുടങ്ങിയ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു പ്രധാന രേഖയാണ്. അതോടൊപ്പം നിരവധി സർക്കാർ ക്ഷേമ പദ്ധതികളും വിവിധ ആനുകൂല്യങ്ങളും റേഷൻ കാർഡ് ഉപയോഗിക്കപ്പെടുന്നു. അതിനാൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ചെറിയ മാറ്റങ്ങൾ പോലും വലിയ പ്രാധാന്യമുള്ളവയാണെന്ന് എല്ലാവർക്കും അറിയാം. ജൂൺ 15 മുതൽ എന്താണ് മാറുന്നതെന്ന് നോക്കാം. സമീപകാലത്ത് റേഷൻ കാർഡ് സംബന്ധിച്ച് നിരവധി പുതിയ നടപടികളും പരിഷ്കരണങ്ങളും ചർച്ചയിലുണ്ട്. ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ കൃത്യമാക്കുക, അതുപോലെ അർഹതയായവർക്ക് മാത്രമായി ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുക, പൊതുവിതരണ സംവിധാനം കൂടുതൽ സുതാര്യമാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അതുകൊണ്ട് എല്ലാ കാർഡ് ഉടമകളും സ്വന്തം കാർഡിലെ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി KYC എന്തുകൊണ്ടാണ് പ്രധാനമെന്ന് നോക്കാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് KYC. റേഷൻ കാർഡിലെ അംഗങ്ങളുടെ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കുന്ന പ്രക്രിയയാണിത്. പേര്, ആധാർ വിവരങ്ങൾ, കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഭാവിയിൽ സേവനങ്ങൾ ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സമയബന്ധിതമായി നടപടികൾ പൂർത്തിയാക്കുന്നതാണ് നല്ലത്. റേഷൻ കാർഡ് റദ്ദാക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ KYC ചെയ്തിട്ടില്ലെങ്കിൽ റേഷൻ കാർഡ് ഉടൻ റദ്ദാക്കുമെന്ന തരത്തിലുള്ള നിരവധി പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ പൊതുജനങ്ങൾ ഔദ്യോഗിക സർക്കാർ അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കേണ്ടതാണ്. കാർഡിലെ വിവരങ്ങൾ കൃത്യമായി സൂക്ഷിക്കുകയും ആവശ്യമായ നടപടികൾ സമയത്ത് പൂർത്തിയാക്കുകയും ചെയ്യുന്നത് സുരക്ഷിതമായ മാർഗമാണ്. അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുകയോ വിശ്വസിപ്പിക്കുകയോ ചെയ്യരുത്. റേഷൻ സാധനങ്ങൾ ഇനി വീട്ടുപടിക്കൽ എന്നുള്ളൊരു ചോദ്യമുണ്ട്. റേഷൻ കടകളിൽ എത്താൻ കഴിയാത്തവർക്ക് വീടുകളിലേക്ക് റേഷൻ കാർഡ് എത്തിക്കുന്ന വാതിൽപ്പടി വിതരണ സംവിധാനം സർക്കാർ ആലോചിക്കുന്നതായാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇത് നടപ്പിലായാൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുക വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ഗുരുതര രോഗികൾക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കുമായിരിക്കും. ഈ സംവിധാനം പൊതുവിതരണ രംഗത്തെ വലിയ മാറ്റമായി മാറാൻ സാധ്യതയുണ്ട്. പുതിയ റേഷൻ കാർഡ് വിതരണം. പുതിയ റേഷൻ കാർഡിനായി നിരവധി കുടുംബങ്ങൾ വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. കുടുംബ വിഭജനം, പുതിയ കുടുംബ രൂപീകരണം, മറ്റ് അർഹതാ സാഹചര്യങ്ങൾ എന്നിവ പരിഗണിച്ച് പുതിയ കാർഡുകൾ നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന പ്രതീക്ഷയുണ്ട്. അപേക്ഷ നൽകിയവർ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും വിവരങ്ങൾ പുതുക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. റേഷൻ കടകളിൽ പുതിയ ഡിജിറ്റൽ സംവിധാനം. ഇപ്പോൾ സംസ്ഥാനത്തെ ഭൂരിഭാഗം റേഷൻ കടകളിലും POS മെഷീനുകൾ ഉപയോഗിച്ചാണ് വിതരണം നടത്തുന്നത്. വിരലടയാളം അല്ലെങ്കിൽ ഐറിസ് സ്കാൻ വഴി യഥാർത്ഥ ഗുണഭോക്താവിനെ തിരിച്ചറിഞ്ഞ ശേഷമാണ് സാധനങ്ങൾ നൽകുന്നത്. ഇതിലൂടെ വ്യാജ ഇടപാടുകളും അനധികൃത വിതരണവും കുറയ്ക്കാനാണ് ലക്ഷ്യം. സപ്ലൈകോയിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആധുനികമാക്കാനുള്ള പദ്ധതികൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട്. പുതിയ ഉൽപ്പന്നങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, മെച്ചപ്പെട്ട ഉപഭോക്തൃ സേവനങ്ങൾ, കൂടുതൽ വരുമാനം കണ്ടെത്താനുള്ള പദ്ധതികൾ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. എല്ലാ ജില്ലകളിലും ആധുനിക സൗകര്യങ്ങളുള്ള സിഗ്നേച്ചർ മാർട്ടുകൾ ആരംഭിക്കാനുള്ള ആലോചനയുമുണ്ട്. ഒരു വലിയ സ്വകാര്യ സൂപ്പർ മാർക്കറ്റിന്റെ നിലവാരത്തിലുള്ള ഷോപ്പിംഗ് അനുഭവം പൊതുമേഖലയിൽ ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്റ്റോറുകൾ. ഇന്നത്തെ ജീവിത ശൈലി കണക്കിലെടുത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺവീനിയൻസ് സ്റ്റോറുകൾ ആരംഭിക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. രാത്രി സമയത്തും അത്യാവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാകും. ഇനി ഓണക്കിറ്റും ഓണ വ്യാപാര മേളയും അതിനെക്കുറിച്ച് നോക്കാം. ഓണക്കാലത്ത് കുറഞ്ഞ വിലയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ
വൻ വ്യാപാരമേളകൾ സംഘടിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ നിത്യോപയോഗ സാധനങ്ങളും കൂടുതലായി ലഭ്യമാക്കാനാണ് പദ്ധതി. ഓണക്കിറ്റുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നാൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാവും. സപ്ലൈകോയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി സാധനങ്ങൾ ഓർഡർ ചെയ്ത് വീട്ടിലെത്തിക്കുന്ന സേവനവും കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇത് നടപ്പിലായാൽ തിരക്കുള്ള കുടുംബങ്ങൾക്കും മുതിർന്ന പൗരന്മാർക്കും വലിയ സഹായമായി മാറും. സപ്ലൈകോയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യതകൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് സർക്കാർ പിന്മാറുന്നില്ല. സ്ഥാപനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും സാമ്പത്തികമായി മെച്ചപ്പെടുത്താനുമുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനാണ് ശ്രമം. റേഷൻ കാർഡിലെ വിവരങ്ങൾ ജനങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. റേഷൻ കാർഡിലെ വിവരങ്ങൾ പരിശോധിക്കുക, ആവശ്യമായ വിവരങ്ങൾ പുതുക്കുക, KYC സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുക, റേഷൻ വാങ്ങുമ്പോൾ ബില്ലും അളവും പരിശോധിക്കുക, അഭ്യൂഹങ്ങൾ വിശ്വസിക്കാതെ സർക്കാർ അറിയിപ്പുകൾ മാത്രം പിന്തുടരുക. സുഹൃത്തുക്കളെ, റേഷൻ കാർഡ് എന്നത് ഒരു സബ്സിഡി കാർഡ് മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രേഖ കൂടിയാണ്. സംസ്ഥാന സർക്കാരിന്റെ നിരവധി ക്ഷേമ പദ്ധതികൾ, ധനസഹായങ്ങൾ, ദുരിതാശ്വാസ പദ്ധതികൾ, ഭക്ഷ്യസുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് റേഷൻ കാർഡ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡിലെ ഓരോ വിവരവും കൃത്യമായിരിക്കണം. പലപ്പോഴും വീട്ടിലെ ഒരാളുടെ പേര് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുക, മരണപ്പെട്ട അംഗത്തിന്റെ പേര് ഇപ്പോഴും കാർഡിൽ തുടരുക, വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് മാറിയവരുടെ വിവരങ്ങൾ പുതുക്കാതിരിക്കുക, പുതിയ കുഞ്ഞിന്റെ പേര് ചേർക്കാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ പിന്നീട് നിരവധി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം തെറ്റുകൾ പരിഹരിക്കുന്നതിനും അർഹരായവർക്ക് മാത്രം സർക്കാർ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമാണ് സർക്കാർ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ റേഷൻ കാർഡിലെ വിവരങ്ങൾ ഒരിക്കൽ പരിശോധിക്കുക. എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട റേഷൻ കടയിലൂടെയോ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ ലഭ്യമായ ഓൺലൈൻ സേവനത്തിലൂടെയോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. മറ്റൊരു പ്രധാന കാര്യം, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എല്ലാ വാർത്തകളും സത്യമാകണമെന്നില്ല. റേഷൻ കാർഡ് ഉടൻ റദ്ദാക്കും, അതുപോലെ ആനുകൂല്യം നിർത്തും, ഇന്ന് തന്നെ ചെയ്തില്ലെങ്കിൽ കാർഡ് അസാധുവാക്കും എന്ന രീതിയിൽ സന്ദേശങ്ങൾ കാണുമ്പോൾ, അതുപോലെ യൂട്യൂബ് വീഡിയോസും ഒരുപാട് പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തംബ്നെയിലിൽ ഈ കാര്യം വ്യക്തമായി പറഞ്ഞത്. അത് കണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് ന്യൂസ് പ്രചരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വാർത്തകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതുപോലെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഭയപ്പെടാതെ ആദ്യം ഔദ്യോഗിക സർക്കാർ അറിയിപ്പുകൾ മാത്രം നിങ്ങൾ പരിശോധിക്കുക. വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം സ്വീകരിക്കുകയും മറ്റുള്ളവർക്കും ശരിയായ വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുക. ഭാവിയിൽ റേഷൻ വിതരണം, സപ്ലൈകോ സേവനങ്ങൾ, ഓണക്കിറ്റ്, പുതിയ റേഷൻ കാർഡ് വിതരണം, KYC, സബ്സിഡി ആനുകൂല്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പുതിയ പ്രഖ്യാപനങ്ങൾ വന്നാൽ അതിന്റെ കൃത്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ തുടർന്നും ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. അങ്ങനെ ചെയ്താൽ ഏറ്റവും പുതിയ സർക്കാർ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് ആദ്യം എത്തും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.